ഹലോ എവ്രി വൺ, ദിസ് ഇസ് ജി പി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജി ബിസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ CBSE 8ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ ഭാരത് കി ഖോജ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കുന്നത്. ആ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് അഹമ്മദ് നഗർ കാ കില. അഹമ്മദ് നഗറിലെ കില. കില എന്ന് പറഞ്ഞാൽ കോട്ട. അഹമ്മദ് നഗറിലെ കോട്ടയെക്കുറിച്ച്, ആ കോട്ടയിൽ ജവഹർലാൽ നെഹ്റുവിനെ ജയിലിൽ താമസിപ്പിച്ചിട്ടുണ്ട്. ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ആ കോട്ടയിലായിരുന്നു. ആ കോട്ടയിലിരുന്ന് എഴുതിയ ലേഖനങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആ അഹമ്മദ് നഗർ കിലയെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ 2 പാർട്ടുകളുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ മറ്റുള്ള വീഡിയോസ് എല്ലാം കാണാനായിട്ട് നിങ്ങൾക്ക് ഈ ജിബീസ് ക്ലാസ്സസിൽ ക്ലിക്ക് ചെയ്യണം. ഈ വീഡിയോയുടെ താഴെ തന്നെ ജിബീസ് ക്ലാസ്സസ് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അതിൽ പ്ലേലിസ്റ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ പ്ലേലിസ്റ്റുകളും ഓപ്പൺ ആവും. ആ പ്ലേലിസ്റ്റിൽ ഏത് ക്ലാസ്സാണ് കാണേണ്ടത്, ഏത് സബ്ജക്റ്റാണ് കാണേണ്ടതെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ക്ലാസ്സിലെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. നമുക്ക് പാഠത്തിലോട്ട് കടക്കാം. അഹമ്മദ് നഗർ കാ കില. അഹമ്മദ് നഗറിലെ കോട്ട. അഹമ്മദ് നഗർ കാ കില 13 അപ്രിൽ 1944. 13-ാം തീയതി, ഏപ്രിൽ 13-ാം തീയതി 1944 എഴുതിയ ഒരു ലേഖനമാണത്. നമുക്ക് നോക്കാം. യഹ് മേരി 9വീ ജയിൽ യാത്ര ഥി. ഇത് എൻ്റെ നൗവി എന്ന് പറഞ്ഞാൽ 9ാമത്തെ ജയിൽ യാത്രയാണ്. 9ാമത്തെ ജയിലാണിത്. ഈ 9ാമത്തെ ജയിൽ യാത്രയാണിത്. ഹമേ യഹാ ആയെ 20 മഹീനെ സെ ഭി അധിക് സമയ ഹോ ചുക്കാ ഹെ. ഹമേ ഞാൻ ഇവിടെ വന്നിട്ട് യഹാ ആയെ 20 മഹീനെ 20 മാസത്തിൽ അധികം സമയമായിരിക്കുന്നു. ജബ് ഹം യഹാ പहुँचे തോ അന്ധിയാരെ ആകാശ് മേ. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആ സമയം അന്ധിയാരെ ആകാശ്, അന്ധിയാരെ എന്ന് പറഞ്ഞാൽ ഇരുണ്ട ആകാശം അല്ലെങ്കിൽ ഭയങ്കര ഇരുട്ടായിരുന്നു. ഝിൽമിലാത്തെ ദൂജ് കെ ചാന്ദ്നെ ഹമാരാ സ്വാഗത് കിയ. അപ്പോൾ ആ അമാവാസി സമയത്ത് ഇരുണ്ട ആകാശത്ത് ചാന്ദ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചന്ദ്രനില്ലാത്ത ഒരു ഇരുണ്ട ഒരു രാത്രിയായിരുന്നു ഞങ്ങളെ അന്ന് സ്വാഗതം ചെയ്തത്. ശുൽക് പക്ഷ് ശുരു ഹോ ചുക്കാ ഥാ. ശുൽക് പക്ഷ് എന്ന് പറഞ്ഞാൽ അമാവാസി കഴിഞ്ഞ് അടുത്ത 1-2 ദിവസം, 2ാമത്തെ ദിവസമാണ് അവരവിടെ എത്തിയത്. അപ്പോൾ അമാവാസി അന്ന് ചന്ദ്രനെ തീരെ കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിയുമ്പോൾ ചെറിയ ഒരു ചന്ദ്രൻ കാണാൻ തുടങ്ങും. അപ്പോൾ ആ അമാവാസി കഴിഞ്ഞുള്ള ആ കാലത്തെയാണ് ഈ ശുൽക് പക്ഷ് എന്ന് പറയുന്നത്. ശുൽക് പക്ഷ് ശുരു ഹോ ചുക്കാ ഥാ. അങ്ങനെ അമാവാസി കഴിഞ്ഞ് അടുത്ത ദിവസങ്ങൾ തുടങ്ങിയിരുന്നു. തബ്സേ ഹർ ബാർ ജബ് നയ ചാന്ദ് ആത്താ ഹെ. അങ്ങനെ ആ ചെറിയ ചന്ദ്രക്കല വരുമ്പോൾ ചാന്ദ് ഉഗ്താ ഹെ തോ ജൈസെ മുझे യാദ് ദിലാ ജാത്താ ഹെ. അതിൽ നിന്ന് എനിക്ക് ഓർമ്മ വരും. എന്താ ഓർമ്മ വരുന്നത്? कि मेरे कारावास എന്ന് പറഞ്ഞാൽ ഈ കാരാഗ്രഹവാസം, ജയിൽവാസം, കാരാവാസ് കാ 1 മഹീന ഓർ ബീത് ഗയാ. 1 മാസം കൂടി കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് ഓർമ്മ വരും. ഓരോ പ്രാവശ്യവും ആ ചെറിയ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുമ്പോൾ എനിക്ക് മനസ്സിലാവും എൻ്റെ ഈ കാരാഗ്രഹവാസത്തിൻ്റെ 1 മാസം കൂടി കഴിഞ്ഞിരിക്കുന്നു എന്ന്. ചാന്ദ് മേരി ബന്ദി ജീവൻ കാ സ്ഥായി സഹചർ രഹാ ഹെ. ചന്ദ്രൻ മേരി ബന്ദി ജീവൻ എന്ന് പറഞ്ഞാൽ ഈ കാരാഗ്രഹവാസം, ജയിൽവാസം, അതിൻ്റെ ഒരു സ്ഥായി കണ്ടിന്യൂസ് ആയ സഹചാരിയായി മാറിയിരുന്നു. വഹ് മുझे ഇസ് ബാത് കി യാദ് ദിലാത്താ ഹെ കി അന്ധേരെ കെ ബാദ് ഉജാല ഹോത്താ ഹെ. അപ്പോൾ ഈ ചന്ദ്രൻ വരുന്നതും പിന്നെയും ചന്ദ്രൻ ഇല്ലാതാവുന്നതും പിന്നെയും വരുന്നതുമൊക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരു ആശ തരുന്നു. എനിക്ക് എൻ്റെ ഓർമ്മയിലോട്ട് എന്തു വരുന്നു?
അന്ധേരയ്ക്ക് ബാദ് ആ അന്ധകാരത്തിന് ശേഷം ഒരു ഉജാല, ഒരു വെളിച്ചം ഉണ്ടെന്നുള്ള ഒരു ഓർമ്മ, അങ്ങനെയുള്ള ഒരു ഹോപ്പ് തരുന്നു എനിക്ക് ആ ചന്ദ്രൻ്റെ വരവ്. ഇത് सन 1953 में जवाहरलाल नेहरू ने अहमदनगर किले की पुनः യാത്ര की. അപ്പോൾ 1953 ജവഹർലാൽ നെഹ്റു അഹമ്മദ്നഗറിലെ കോട്ട പിന്നെയും കാണാൻ പോയി. അപ്പോഴുള്ള ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അഹമ്മദ്നഗർ കിले का वह कक्ष जहाँ 1942 से 45 में ജവഹർലാൽ നെഹ്റു को रखा गया. 1942 തൊട്ട് 45 വരെ ഉള്ള ആ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവിനെ താമസിപ്പിച്ചിരുന്ന ജയിലിൻ്റെ മുറിയാണിത്. അവിടെ ഇങ്ങനെയൊരു ബോർഡും തൂക്കിയിട്ടുണ്ട്. റൂം നമ്പർ 8 occupied by Jawaharlal Nehru, Prime Minister of India, during his detention in 1942 to 1945. അപ്പോൾ ആ സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി. അപ്പോൾ അതിനു മുമ്പ് 1942 മുതൽ 45 വരെ ജവഹർലാൽ നെഹ്റുവിനെ ആ ജയിലിൽ പാർപ്പിച്ചിരുന്ന റൂമായിരുന്നത്. അപ്പോൾ ഇതിൽ ഈ അഹമ്മദ്നഗർ കാ കില എന്ന ഈ ചാപ്റ്ററിൽ 2 പാർട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ടാണ് അതീത് കാ ഭാർ. അതീത് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി, പാസ്റ്റ്, കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ഭാരം, ആ വെയിറ്റ്, ആ ഭാരത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ദൂസരി ജയിലോക്കി തര, മറ്റുള്ള ജയിലുകളെ പോലെ തന്നെ യഹാ അഹമ്മദ്നഗർ കി കിലേ മേ ഭി, ഈ അഹമ്മദ്നഗറിലെ കോട്ടയിലെ ഉള്ളിലെ ആ ജയിലിലും മേനെ ബാഗ്വാനി കർണ ശുരു കർ ദിയ. ബാഗ്വാനി എന്ന് പറഞ്ഞാൽ ഗാർഡനിങ് ചെയ്യാൻ തുടങ്ങി. ശുരു കർ ദിയ, തുടങ്ങി. മേ റോസ് കൈ ഘണ്ടെ, റോസ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ കൈ ഘണ്ടെ, പല മണിക്കൂറുകളോളം, തപ്തി ധൂപ് മേ, അതായത് ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ, ഈ തിളയ്ക്കുന്ന വെയിലിൽ തപ്തി ധൂപ് മേ ഭി ഫൂലോ കെ ലിയെ ക്യാരിയാ ബനാനെ മേ ബിതാനെ ലഗ. ക്യാരി എന്ന് പറഞ്ഞാൽ ഈ ഏരികൾ, ഈ ചെടികൾ നടാനുള്ള, വരിയായിട്ട് നടാനുള്ള മണ്ണ് കൂട്ടി ഉണ്ടാക്കുന്നതിനാണ് പറയുന്നത് ക്യാരി എന്ന് പറയുന്നത്. കത്തി ജ്വലിക്കുന്ന വെയിലത്തും ഞാൻ ഈ പുഷ്പങ്ങളെ അല്ലെങ്കിൽ ചെടികളെ നടാനായിട്ട് ഞാൻ അങ്ങനെ അതിനു വേണ്ടി നിലമൊരുക്കുമായിരുന്നു. മിട്ടി ബഹുത് ഖരാബ് ഥി. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ് വളരെ മോശമായിരുന്നു. പഥരീലി എന്ന് പറഞ്ഞാൽ ഒരുപാട് കല്ലുകളുണ്ടായിരുന്നു. और पुराने मलबे और അവശേഷോ സെ ഭരി ഹുയി, പഴയ വേസ്റ്റുകളും അവശിഷ്ടങ്ങളൊക്കെ നിറഞ്ഞ മണ്ണായിരുന്നു അത്. ചൂക്കി ഇതിഹാസ് സ്ഥൽ ഹെ, ഇതിഹാസ സ്ഥലമാണ് ഈ കോട്ട എന്ന് പറയുന്നത്. ഇസിലിയെ അതീത് മേ इसने कई युद्ध और राजमहलों की ദുരഭിസന്ധിയാ देखी है. അപ്പോൾ ഇതിഹാസ സ്ഥലമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാസ്റ്റിൽ കഴിഞ്ഞ കാലത്ത് ഈ സ്ഥലം, ഈ കോട്ട പല യുദ്ധങ്ങളും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രാജമഹലിലെ പല സന്ധികളും കണ്ടിട്ടുണ്ട്. യഹാ കാ ഇതിഹാസ് ബഹുത് പുരാന നഹി ഹെ. ഇവിടുത്തെ ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരുപാട് പഴയതല്ല. ബഹുത് പുരാന നഹി ഹെ. घटनाओं की दृष्टि से इसकी कोई विशेष अहमियत भी नहीं है. ഈ സംഭവങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വളരെ വിശേഷപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഈ കോട്ടയ്ക്കില്ല, ഇവിടുത്തെ സംഭവങ്ങൾക്കില്ല. पर इससे जुड़ी एक घटना,
പക്ഷേ ഈ കോട്ടയുമായിട്ട് ഈ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം ആജ് ഭി യാദ് കി ജാത്തി ഹെ, ഇന്നും ആൾക്കാർ ജനങ്ങൾ യാദ് കി ജാത്തി ഹെ, ഓർക്കുന്നുണ്ട്. ഈ ഘടന ഹെ, ആ ഘടന എന്ന് പറയുന്നത് चांद बीबी नाम की एक सुंदर महिला के साहस की कहानी. ചാന്ദ് ബീബി എന്ന പേരുള്ള ഒരു സുന്ദരിയായ ഒരു സ്ത്രീയുടെ സാഹസത്തിൻ്റെ കഥയാണ്. ജിസ്നെ ഇസ് കിലേ കി രക്ഷാ കെ ലിയെ, ആ ചാന്ദ് ബീബി, ആ സ്ത്രീ ഈ കോട്ടയെ രക്ഷിക്കാനായിട്ട് അക്ബർ കി ഷാഹി സേന കെ വിരുദ്ധ, അക്ബറിൻ്റെ പ്രസിദ്ധമായ സ്ട്രോങ് ആയ ആ സേനയ്ക്ക് എതിരായി ഹാത്ത് മെ തൽവാർ ഉഠാക്കർ, കയ്യിൽ വാളെടുത്ത് അപ്നി സേന കാ നേതൃത്വ കിയ, സ്വന്തം സേനയെ മുമ്പിൽ നിന്ന് നയിച്ചു. പക്ഷേ അന്ത് മേ അവസാനം ഉസ്കി ഹത്യ, ആ ചാന്ദ് ബീബിയുടെ വധം ഉസ്കെ അപ്നെ ഹി ഏക് ആദ്മി കെ ഹാത്തോ ഹുയി, സ്വന്തം ആളായ ഒരാൾ തന്നെ അവസാനം ഈ ചാന്ദ് ബീബിയെ വധിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഘടന, ആ ഒരു സംഭവം ഇന്നും ആൾക്കാരുടെ മനസ്സിലുണ്ട്. ഖുദായിക്ക് ദൗറാൻ, അങ്ങനെ ഞാൻ കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഹമേ ജമീൻ കി സതഹ കെ ബഹുത് നീച്ചെ ദബേ ഹുയെ പ്രാചീൻ ദീവാരോ കെ ഹിസ്സെ, അപ്പോൾ ഞാൻ കുഴിച്ച് കുറച്ച് ആഴത്തിൽ ചെന്നപ്പോൾ ആ നിലത്തിൽ ആണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഉള്ളിലുള്ള പ്രാചീൻ ദീവാരോ കെ ഹിസ്സെ, പഴയ ചുമരുകളുടെ കുറച്ച് പാർട്ടുകൾ കിട്ടി. അതുപോലെ തന്നെ കുച്ച് ഗുംബത്ത് എന്ന് പറഞ്ഞാൽ ആർച്ചസ്, ഓർ ഇമാരത്തോ കെ ഊപ്പറി ഹിസ്സെ മിലെ, ഇമാരത്ത് എന്ന് പറഞ്ഞാൽ വലിയ വലിയ കെട്ടിടങ്ങളുടെ മുകളിലുള്ള ആർച്ചുകളും ഡോമുകളും അതിൻ്റെയൊക്കെ ചെറിയ പാർട്ടുകളെല്ലാം ഞാൻ ആ ചെടികൾ നടാനായി കുഴിച്ചു നോക്കിയപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കിട്ടി. ഹം ബഹുത് ദൂർ നഹി ജാ സക്കെ, ഞങ്ങൾ ഒരുപാട് ആഴത്തോട്ട് ഞങ്ങൾക്ക് കുഴിക്കാൻ പറ്റിയില്ല. ക്യോക്കി ന തോ അധികാരിയോൻ സെ ഇസ്കി മഞ്ജൂരി മിലി, അധികാരികൾ, ആ ജയിൽ ഓഫീസർമാർ അതിനുള്ള മഞ്ജൂരി എന്ന് പറഞ്ഞാൽ പെർമിഷൻ തന്നില്ല. और ना ही हमारे पास इस काम को जारी रखने का साधन थे, ഈ കുഴിക്കൽ അല്ലെങ്കിൽ ഈ ഗാർഡനിങ്, ഈ എക്സ്കവേഷൻ, അതിനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ബാക്കിയുള്ള അവശിഷ്ടങ്ങളെല്ലാം പുറത്തെടുക്കാനോ അത് നോക്കാനായിട്ട് അത് കുഴിച്ചെടുക്കാനായിട്ടുള്ള ആ ജോലി ജാരി രഖ്നെ കെ ലിയെ, കണ്ടിന്യൂ രഖ്നെ കെ ലിയെ സാധൻ नहीं थे, സാധൻ എന്ന് പറഞ്ഞാൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മേനെ കുദാൽ എന്ന് പറഞ്ഞാൽ ആ കുഴിക്കുന്ന സാധനം, മൺവെട്ടി അല്ലെങ്കിൽ തൂമ്പ, അത് ചോടുക്കർ എന്ന് പറഞ്ഞാൽ കളഞ്ഞിട്ട് അതെടുക്കാതെ ഹാത്ത് മേ കലം ഉഠാലി ഹെ, കയ്യിൽ കലം എന്ന് പറഞ്ഞാൽ പേന ഞാൻ എടുത്തിരിക്കുകയാണ്, എഴുതാൻ പോവുകയാണ്. പർ മേ ജബ് തക് ആസാദ് നഹി ഹോ ജാത്ത, അതുവരെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടാത്തിടത്തോളം കാലം और कर्म के माध्यम से वर्तमान को अपने अनुभव का हिस्सा नहीं बना लेता. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ പ്രസൻറ്റിനെ ഞാൻ ഈ എഴുത്തിൻ്റെ ഭാഗം ആകുന്നില്ല, ഞാൻ അതിനെക്കുറിച്ച് എഴുതുന്നില്ല, ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എഴുതുന്നില്ല. मैं उसके बारे में भी नहीं लिख सकता, അതിനെക്കുറിച്ച് ഞാൻ എഴുതാൻ എനിക്ക് പറ്റില്ല, ഈ പ്രസൻറ്റിനെ കുറിച്ച് ഞാൻ എഴുതുന്നില്ല. നഹി पैगंबर की भूमिका अख्तियार कर मैं फ़िलहाल भविष्य के बारे में लिख सकता हूँ. അപ്പോൾ നഹി പേഗംബർ എന്ന് പറഞ്ഞാൽ ഈ ഭാവി പ്രവചിക്കുന്ന ആൾക്കാർ,
ആ ഒരു റോൾ എടുത്തുകൊണ്ട് ഞാൻ അതായത് ഫ്യൂച്ചറിനെ കുറിച്ച്, വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചും എനിക്ക് എഴുതാൻ കഴിയില്ല. ബച്ചാ രഹത്താ ഹെ അതീത്. അതീത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലം, പാസ്റ്റ്. पर मैं उसके बारे में भी किसी इतिहासकार या विद्वान की तरह विद्वत्तापूर्ण शैली में नहीं लिख सकता हूँ. അപ്പോൾ ബാക്കിയുള്ളത് പ്രസൻറ്റിനെ കുറിച്ച് ഞാൻ എഴുതാൻ പറ്റില്ല, എനിക്ക് എഴുതാൻ പറ്റില്ല. ഫ്യൂച്ചറിനെ കുറിച്ചും എഴുതാൻ പറ്റില്ല. ഈ ബാക്കിയുള്ളത് പാസ്റ്റ് മാത്രമാണ്, അതീത് മാത്രമാണ്, കഴിഞ്ഞുപോയ കാലം മാത്രമാണ്. പക്ഷേ അതിനെക്കുറിച്ചും ഒരു ഇതിഹാസക്കാർ, ഒരു ഹിസ്റ്റോറിയനെ പോലെ, ഒരു വിദ്വാനെ പോലെ എനിക്ക് ആ വിദ്വാനെ എഴുതുന്ന പോലെ ഉള്ള ശൈലിയിലും എനിക്ക് എഴുതാൻ പറ്റില്ല. മേ പെഹലെ की ही तरह अपने आज के विचारों और क्रियाकलापों के साथ संबंध स्थापित करके ही उसके बारे में कुछ लिख सकता हूँ. അപ്പോൾ എൻ്റെ പാസ്റ്റിനെ കുറിച്ചും പ്രസൻറ്റിനെ കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ നടക്കുന്ന ചിന്തകളും അതിനെയൊക്കെ കുറിച്ച് ഞാൻ എഴുതാൻ പറ്റുകയുള്ളൂ. വളരെ സിമ്പിളായ രീതിയിലേ എനിക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. गेटे ने एक बार कहा था कि इस तरह का इतिहास लेखन अतीत की भारी बोझ से एक सीमा तक राहत दिलाता है. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഇതിഹാസകാരന്മാർ എഴുതുന്ന പോലെ അല്ലാതെ ഒരു ആം ആദ്മിയെ പോലെ, ഒരു സാധാരണ മനുഷ്യനെ പോലെ ഞാൻ എഴുതുമ്പോൾ ആ ഇതിഹാസത്തിൻ്റെ ആ ഒരു ഭാരം, ആ ഒരു വെയ്റ്റ്, ആ ഒരു ടഫ്നെസ് അത് കുറഞ്ഞ് വളരെ സിമ്പിളായിട്ട് എനിക്ക് എഴുതാൻ പറ്റും. മറ്റുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച്, ഹിസ്റ്ററിയെക്കുറിച്ച്, പാസ്റ്റിനെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത പാർട്ട് അതീത് കാ ദബാവ്. ദബാവ് എന്ന് പറഞ്ഞാൽ പ്രഷർ, സ്ട്രെസ്, പ്രഷർ. ആ പാസ്റ്റിൻ്റെ, കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ആ ഒരു പ്രഷർ, അതിനെക്കുറിച്ചാണ് ഈ പാർട്ടിൽ പറയുന്നത്. ദബാവ്, പ്രഷർ. ഭലാഹോ യാ ബുര. ഭല എന്ന് പറഞ്ഞാൽ നല്ലത്, ബുര എന്ന് പറഞ്ഞാൽ ചീത്ത. നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, ദോനോ തര അഭിഭൂത് കർത്താ ഹെ. അപ്പോൾ രണ്ട് ആണെങ്കിലും പാസ്റ്റിൻ്റെ പ്രഷർ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കഭി കഭി യെ ദബാവ് ദം ഗോ ടു ഹോത്താ ഹെ. ദം ഗോ ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ശ്വാസം മുട്ടിക്കുന്നതാണ്. ख़ास तौर पर उन लोगों के लिए जिनकी जड़ें बहुत पुरानी सभ्यताओं में होती हैं. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ പാസ്റ്റ് എന്ന് പറയുന്നത് വളരെ പുരാതനവും വളരെ പാസ്റ്റുള്ളതും ഒരുപാട് പുറകിലുള്ളതും ഒരുപാട് സഭ്യതകൾ, കൾച്ചറുള്ളതും ആകുമ്പോൾ അത് ഒരുപാട് ശ്വാസം മുട്ടിക്കും. ആ ഒരു പ്രഷർ, നമ്മൾ പാസ്റ്റിനെ കുറിച്ച് എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പ്രഷർ, അതിനെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും എഴുതാനുള്ള ആ ഒരു പ്രഷർ, അത് വളരെ വലിയൊരു പ്രഷർ തന്നെയാണ്. മസ്ലൻ മീനിങ് എന്ന് പറഞ്ഞാൽ ഭാരത് ഓർ ചീൻ കി സഭ്യതായ. ഭാരതത്തിൻ്റെയും ചൈനയുടെയും ഈ കൾച്ചറെല്ലാം ഒരുപാട് പഴയ കൾച്ചേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദബാവ്, അതിൻ്റെ ഒരു പ്രഷർ, അത് വളരെ വലുത് തന്നെയാണ്. ആഖിർ മേരി വിരാസത്ത് ക്യാ ഹെ. എൻ്റെ വിരാസത്ത് എന്താണ്, ഞാൻ ആരാണ്, എൻ്റെ പാരമ്പര്യം എന്താണ്. വിരാസത്ത് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം. मैं किन बातों का ഉത്തരാധികാരി ഹൂം. ഞാൻ എന്തൊക്കെ കാര്യത്തിൻ്റെ ഉത്തരാധികാരിയാണ്, എനിക്ക് എന്തൊക്കെ അധികാരമുണ്ട്. ക്യാ ഉൻ സബ്കാ ജിസെ മാനവതാ ने दसियों हज़ारों साल के दौरान हासिल किया. വർഷങ്ങളോളം, ഒരുപാട് ആയിരക്കണക്കിന് വർഷത്തോളം നീണ്ട ആ പാസ്റ്റിൽ ഈ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. മനുഷ്യർ ഒരുപാട് ചേഞ്ചസ് വന്നു. അതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണോ? ഉസ്കി വിജയോ കാ
विजयों के उल्लास का, ആ വിജയങ്ങളുടെ ഉല്ലാസം, उसकी പരാജയോं की ദുഃഖद यंत्रण का, ആ പരാജയപ്പെട്ട ആ ദുഃഖ സംഭവങ്ങൾ, मानव के उन हैरत अंगेज साहसिक कार्यों का जिनकी शुरुआत युगों पहले हुई, യുഗങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച വളരെ ഹെരത്ത് അങ്കേജ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യജനകമായ സാഹസികമായ ആ കാര്യങ്ങൾ, അതിനെല്ലാം ഉത്തരാധികാരി, അതിൻ്റെ എല്ലാം അധികാരം എനിക്കുണ്ടോ? ഓർ ജോ അഭി ജാരി ഹൈ, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന, ഓർ ഹമേ ആകർഷിത് കർത്തി ഹൈ, ഇപ്പോഴും നമ്മളെ ആകർഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ഉത്തരാധികാരിയാണോ ഞാൻ? മേ ഇസ് സബ് കാ വാരിസ് ഹൂँ, साथ ही उस सब का भी जिसमें पूरी मानव जाति की സാझेदारी है. ഇതിനെല്ലാം വാരിസാണ്, ഇതിനെല്ലാം ഞാൻ ഉത്തരാധികാരിയാണ്, ഇതിൻ്റെ എല്ലാം മുകളിൽ എനിക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ ഉസ് സബ്കാ ഭി ജിസ്മേ പൂരി മാനവ് ജാതി കാ സാझेदारी है, ആ മൊത്തം മാനവ് ജാതിയുടെ, മനുഷ്യരുടെ പാർട്ടിസിപ്പേഷനുള്ള എല്ലാ കാര്യത്തിലും എനിക്ക് അധികാരമുണ്ട്. ഹം ഭാരത്വാസിയോ കി വിരാസത്ത് മേ ഏക് ഖാസ് ബാത് ഹെ, നമ്മുടെ പാരമ്പര്യം, ഇതെല്ലാം നമ്മുടെ പാരമ്പര്യമാണ്, അതെല്ലാം എൻ്റെ കൂടി പാരമ്പര്യമാണ്. ആ എല്ലാ ഭാരതവാസികളുടെയും പാരമ്പര്യമാണിത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമെന്ന് പറയുന്നത് ജോ അനോഖി നഹി ഹെ, വളരെ വിശേഷമായതല്ല. ക്യോക്കി കോയി വ്യക്തി ഓരോ സെ ഏകദം അലഗ് നഹി ഹോത്ത, ഒരു വ്യക്തിയും മറ്റു വ്യക്തികളിൽ നിന്ന് ഏകദം അലഗ് നഹി ഹോത്ത, കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് അല്ല. എല്ലാവരും സമന്മാരാണ്, തുല്യരാണ്. അൽബത്ത एक बात हम लोगों पर विशेष रूप से लागू होती है जो हमारे रक्त, मांस और अस्थियों में समाई है. അപ്പോൾ നമ്മുടെ ഈ സിമിലാരിറ്റി എവിടെയൊക്കെയാണ് നമുക്ക് കാണുന്നത്? നമ്മുടെ രക്തം സെയിമാണ്, ആ ചുവന്ന കളറുള്ള ദ്രാവക രൂപത്തിലുള്ള രക്തം തന്നെയാണ് എല്ലാവരിലും ഉള്ളത്. മാംസം സെയിമാണ്, നമ്മുടെ അസ്ഥികൾ ഒരേപോലെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ നമ്മൾക്കുള്ളിൽ എല്ലാവരിലും ഉള്ളൂ. इसी विशेषता से हमारा वर्तमान रूप बना है. ആ വിശേഷതകൾ എല്ലാം കൂടിയാണ് നമ്മളുടെ ഇപ്പോഴുള്ള ഈ രൂപവും. ഓർ ഹമാര ഭാവി രൂപ് ബനേഗ, അത് തന്നെയാണ് നമ്മുടെ ഭാവിയും. അപ്പോൾ പണ്ട് തൊട്ട് ഉള്ള ആ രക്തവും മാംസവും അസ്ഥികളും സെയിമായിട്ടുള്ള അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്, വരുന്ന ഭാവിയിലും അത് തന്നെയാണ്. മനുഷ്യർ തമ്മിൽ മനുഷ്യജാതിയിൽ ഒരു വ്യത്യാസമില്ല. ഈ ജാതികൾ, ധർമ്മം, കാസ്റ്റുകളെല്ലാം വ്യത്യാസമായിരിക്കാം, പക്ഷേ നമ്മളുണ്ടായിരിക്കുന്നത് ആ മൂൽ രൂപം എന്ന് പറയുന്നത്, ആ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് എല്ലാം സെയിമാണ്. इसी विशिष्ट विरासत का विचार और वर्तमान पर इसे लागू करने की बात एक लंबे अरसे से मेरे मन में घर किए എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരുപാട് വർഷങ്ങളായിട്ട്, ഒരുപാട് കാലമായിട്ട് ആ ഒരു നമ്മൾക്ക് വിരാസത്തിൽ കിട്ടിയ, നമ്മൾക്ക് പാരമ്പര്യമായി കിട്ടിയ നമ്മുടെ ഈ ശരീരം, അതുപോലെ തന്നെ ഇപ്പോഴുള്ള നമ്മുടെ ശരീരവും, അതിൻ്റെ തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ച് പറയാൻ, അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ, അതിൻ്റെ ഒരു സമത്വം, അത് തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എൻ്റെ മനസ്സിൽ, ആ ഒരു ബോധം ഒരുപാട് വർഷമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ പഴയ കഴിഞ്ഞുപോയ കാലം, അതുപോലെ തന്നെ ഇപ്പോഴുള്ള കാലം, അതുപോലെ തന്നെ എല്ലാവരും സമന്മാരാണെന്നുള്ളതെല്ലാം എനിക്ക് നന്നായി അറിയാം. മേ ഇസി കെ ബാരെ മേ ലിഖ്ന ചാഹത്താ ഹൂँ, അതിനെക്കുറിച്ചാണ് എല്ലാ മനുഷ്യരെയും സമന്മാരാക്കിക്കൊണ്ട് എല്ലാവരും തുല്യരാണെന്നുള്ള ആ ഒരു
കാര്യമാണ് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നത്. വിഷയ്ക്ക് കഠിനായി ഓർ ജटिलता മുझे ഭയഭീത് കർത്തി ഹെ. ഈ വിഷയത്തിൻ്റെ ടഫ്നെസ്സും, കഠിനായി എന്ന് പറഞ്ഞാൽ ടഫായിട്ടുള്ള വിഷയമാണിത്. ജटिलता കോംപ്ലക്സിറ്റികൾ ഒരുപാടുള്ളതാണ്, ഡിഫിക്കൽട്ടികൾ ഉള്ളതാണ്. അത് എന്നെ ഭയപ്പെടുത്തുന്നു. മുझे लगता है എനിക്ക് തോന്നുന്നു कि मैं സത്തഹി തോർ പർ, സത്തഹി എന്ന് പറഞ്ഞാൽ സൂപ്പർഫിഷ്യലായിട്ട്, മുകളിൽ കൂടെ വളരെ സിമ്പിളായിട്ട് ഉസ്കാ സ്പർശ് ഹി കർ സക്താ ഹൂം. അപ്പോൾ ഡീപ്പായിട്ട് എനിക്കിതിനെക്കുറിച്ച് എഴുതാൻ സാധിക്കില്ല. സൂപ്പർഫിഷ്യലായിട്ട് വളരെ ചെറിയ രീതിയിൽ, അധികം ആഴത്തിൽ പോവാതെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഈ അതീത് കാ പ്രഷർ അല്ലെങ്കിൽ അതീത് കാ ദബാവ് എന്ന് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്ററുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.